വയനാട് മാനന്തവാടിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമം തുടരുകയാണ്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ മരിച്ച കർഷകന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. കർഷകന്റെ മകന് താൽക്കാലിക ജോലി നൽകാനും ധാരണയായിട്ടുണ്ട്. വിവരങ്ങളുമായി അനൂപ് വർഗീസ് ചേരുകയാണ് വയനാട്ടിൽ നിന്നും. അനൂപ്, എന്താണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ? ഇപ്പോൾ മരിച്ച കർഷകന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബിൻ, കടുവയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ചതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റി ജില്ലാ ഭരണകൂടവുമായി നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. മരണപ്പെട്ട സാരു എന്ന തോമസിന് കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ട സർക്കാരിന് ശുപാർശ നൽകും. ആശ്രിത നിയമനം വേഗത്തിൽ നടപ്പിലാക്കാനും സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മരിച്ച സാലുവിന്റെ കുടുംബത്തിന്റെ കാർഷിക കടങ്ങൾ പൂർണ്ണമായും എഴുതിത്തള്ളാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കടുവയെ എത്രയും പെട്ടെന്ന് കൂട് സ്ഥാപിച്ചോ മയക്കുവെടി വെച്ചോ പിടികൂടാനും തീരുമാനമായിട്ടുണ്ട്. നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു കർഷകന്റെ മരണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഉണ്ടായിരുന്നത്. ഇന്ന് മാനന്തവാടി താലൂക്കിൽ UDF-ന്റെയും BJP-യുടെയും ഹർത്താലും ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയായിരുന്നു വയനാട് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിരുന്നത്. പ്രത്യേകിച്ചും കർഷകൻ അവന്റെ കൃഷിയിടത്തിൽ മരിച്ച് വന്യമൃഗങ്ങൾക്ക് ഇരയാകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കുറച്ചു കാലങ്ങളായി വയനാട്ടിൽ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മനുഷ്യജീവിതം സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ വയനാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെ വലിയ രീതിയിൽ വനപാലക സംഘം കുങ്കി ആനകളുടെ ഒക്കെ സഹായത്തോടു കൂടി തെരച്ചിൽ ആരംഭിച്ചെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നാളെയും തെരച്ചിലുണ്ടാകും. അതോടൊപ്പം തന്നെ ഇന്ന് കൂട്ടിൽ കടുവ വീഴുമെന്ന് തന്നെയാണ് വനപാലകർ പറയുന്നത്. അല്ലാത്ത പക്ഷം നാളെ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാനും തീരുമാനമായിട്ടുണ്ട്. അനൂപ്, അപ്പം തന്നെ ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അത് ഒരു സ്ഥലത്ത് മാത്രമാണല്ലോ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. മറ്റ് ഈ കടുവയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്? നിലവിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. മറ്റ് ഏറ്റവും പ്രധാനമായി പുതുശ്ശേരി എന്ന് പറയുന്നത് വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. ഇവിടെ നിബിഡമായ സ്ഥലവുമല്ല, കിലോമീറ്ററോളം അപ്പുറത്താണ് വനമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. ഈ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കണമെന്ന ഉള്ള ഒരു ഉറപ്പ് ആണ് ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്. കടുവയെ എത്രയും വേഗം ഒന്നല്ലെങ്കിൽ പിടിക്കുകയോ അല്ലെങ്കിൽ മയക്കുപിടി കൂട്ടിൽ അകപ്പെടുത്തുകയോ അല്ലെങ്കിൽ മയക്കുപിടി വെച്ച് പിടിക്കുകയോ ചെയ്യണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും വലിയ സന്നാഹത്തോടു കൂടി തന്നെയാണ് വനം വകുപ്പ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടി തന്നെ കുങ്കി ആനകളുടെ സഹായത്തോടെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയും കുങ്കി ആനകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. നാളെ വിപുലമായ തെരച്ചിൽ നടത്താൻ തന്നെയാണ് വനപാലകരുടെ തീരുമാനം. അനൂപ്, ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും അല്ലെങ്കിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ നിന്നും ഒരു മോചനം ശാശ്വതമായിട്ട് ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ അതിന് ഏത് തരത്തിലേക്കുള്ള ഒരു നടപടിയായിരിക്കും ഈ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക? തീർച്ചയായും. അതായത് വയനാട്ടിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ് കാടും നാടും തമ്മിൽ വേർതിരിക്കണം എന്നുള്ളത്. പക്ഷേ ഇതുവരെയും വിവിധങ്ങളായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ അടുത്ത കാലത്താണ് ബത്തേരി ടൗണിൽ ആന വന്ന് ഒരാളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസും BJP അടക്കമുള്ള പ്രതിപക്ഷ കർഷക സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്കും മുതിരുന്നുണ്ട്. ഏതായാലും വയനാട് ഇപ്പോൾ അടുത്ത കാലങ്ങളാൽ എല്ലാം വാർത്തയിൽ നിറയുന്നത് വന്യജീവി ആക്രമണം, വന്യജീവി സംഘർഷം അനുദിനം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ വനവും കാടും നാടും തമ്മിൽ വേർതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ ശക്തമായ ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ആളുകളും തമ്മിൽ, പ്രദേശവാസികളും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് വരെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അനൂപാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വയനാട്ടിൽ കടുവാക്രമണത്തിൽ മരിച്ച ആളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഒപ്പം തന്നെ മരിച്ച കർഷകന്റെ മകന് താൽക്കാലിക ജോലി നൽകാനും ധാരണയായിട്ടുണ്ട്. അതിനുശേഷം അത് സ്ഥിരപ്പെടുത്തുന്നതിലേക്കുള്ള ശുപാർശ നൽകുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ കടുവാക്രമണത്തിൽ കടുവ ഉൾപ്പെടെയുള്ള വന്യജീവി